ഹലോ, ഹായ്. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണേ. അപ്പോൾ ഏട്ടനിപ്പോൾ കുറേ ദിവസമായി ഓഫീസിൽ പോയിട്ട് കുറച്ച് ദിവസം ലീവായിരുന്നു, ബാക്ക് പെയിനായിട്ട്. ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. ഇത് എൻ്റെ മണി പ്ലാന്റ് കാണിച്ചു തരാമേ. എൻ്റെ മണി പ്ലാന്റ് ചെറുതായിട്ട് വെച്ചായിരുന്നു, ഇപ്പോൾ ഒരുപാട് വലുപ്പം വെച്ച്. ഇപ്പം നമ്മൾ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അത് ബോട്ടിലേക്ക് മണ്ണാക്കിയിട്ട് അതിലേക്ക് മാറ്റണം. ആ മോളിതാ അവളെ കയ്യിലിരിക്കുന്നത് ചൂടില്ലേ, നമ്മൾ ബാക്ക് പെയിന് ചൂട് പിടിച്ച് വെക്കില്ലേ, ആ ബോട്ടിലാണ്. അപ്പോൾ ഏട്ടനിപ്പോൾ വേറെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ ഒഴിവാക്കി എടുത്ത് വയ്ക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നേ. അപ്പോൾ അത് അവളെടുത്ത് കൈ പിടിച്ചതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി ഇറങ്ങി കേട്ടോ. ഇറങ്ങി വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങ് വരണം കേട്ടോ, ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് വരണം ബസ് കയറാനേ. അപ്പോൾ ഞങ്ങൾ ബസ് കയറി പോവാണ്. ചെറിയ ആൾ വന്നിട്ടുണ്ട് കേട്ടോ, പിള്ളേർ രണ്ടാളെ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സമയം നിൽക്കാമല്ലോ അവിടെ. അപ്പോൾ എൻ്റെ പാർലറിൽ പോകണം, ഞാൻ ആദ്യം ജോലി ചെയ്ത പാർലറിൽ പോകണം. അപ്പോൾ അവിടുത്തെ ചേച്ചി ഇങ്ങനെ വിളിച്ചായിരുന്നു കേട്ടോ, എന്താ സന്ധ്യ വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് യാത്ര ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. പോകണോ പോകണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് പോയി നോക്ക്. അപ്പോൾ ഇന്ന് ചേച്ചിനോടും പറഞ്ഞായിരുന്നു ഞാൻ വരുന്നുണ്ട്. കന്നഡക്കാരാണ് കേട്ടോ, നമ്മൾ മലയാളം അറിയില്ല, കന്നഡയാണ്. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി. നമ്മൾ റോഡിൻ്റെ ഉള്ളിലൂടെ ഉണ്ടാവില്ലേ, എന്താന്ന് പറയില്ലേ, പറഞ്ഞു. അതിലൂടെ ഞങ്ങൾ നടന്ന് അപ്പുറത്തെ റോഡിലേക്ക് എത്തണം കേട്ടോ. ഇവിടെ നിന്ന് ചെറിയ ടൗൺ ഏരിയ കേട്ടോ. എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. നല്ല ഡ്രസ്സ്, ചെരുപ്പ്, ബാഗുകളെല്ലാം ഉണ്ടാവും കേട്ടോ. എന്താ ഞങ്ങളവിടെ എത്തി. ഇനി അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വണ്ടിയിട്ട് ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ചങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മക്കളോട് പറയും നമ്മൾ നടക്കുക. പപ്പായ കണ്ടില്ലേ, എന്ത് വലിയ പപ്പായ, ഇതിൽ കാണുന്ന നല്ല വലുതാണ്. ഇതാ കണ്ടില്ല, ഏത് ഡ്രസ്സുണ്ടോ എല്ലാ പെണ്ണുങ്ങൾ. കുറച്ചും കൂടി അങ്ങ് നടന്നാൽ നല്ല നമ്മളെ ടോപ്പ്, ലെഗിന് എല്ലാം നല്ല നല്ല ഡ്രസ്സുണ്ട്. ജ്യൂസ് കട കണ്ടോ, ഫ്രഷ് ജ്യൂസുകളാട്ടോ. നമ്മൾ ഫോട്ടോസ്, ദൈവങ്ങളുടെ ഫോട്ടോസും എല്ലാം ഉണ്ടോ. പൂള കണ്ടോ, ഇത് നമ്മൾ എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ നോക്കിയായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അപ്പുറത്തെ കടയിൽ ചേച്ചി, ഞാൻ പറഞ്ഞു ഇവരെവിടെ പോയിന്ന്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഊട്ടം വിടാൻ പോയിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയെന്ന് പറഞ്ഞോണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സമയം ഒരുപാടാവില്ലേ. കമ്പം നോക്കും, ഇവിടെ എവിടെയുണ്ടാവും ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ട് കമ്പം. പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി, ഉപ്പ് ചേർത്ത മസാല തരും. ഇതൊരു ഡ്രസ്സ് വാഷ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഞങ്ങൾ പാർലറിലെത്തി. ഇതെൻ്റെ ദീദി. ഇതിപ്പോൾ ഞാൻ പോകുന്നതിന് ശേഷം വേറൊരു ജോലിക്ക് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ദീദി ഇന്നലെ ഞാനിപ്പോൾ ചെന്നപ്പോൾ ഇന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വാ സന്ധ്യ നീ രാവിലെ വായോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു. കന്നഡയിലായിട്ടാണ് പറയുന്നത്, മലയാളത്തിലല്ല. പിള്ളേരവിടെ എന്നതാ ദീദി പിക്ചർ കൊടുത്തായിരുന്നു. അപ്പോൾ ചെറിയ ആളവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എൻ്റെ സൗണ്ടിന് ജലദോഷമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങളവിടെയൊക്കെ നിന്ന് ദീദിനോട് കുറേ നേരം സംസാരിച്ചു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് വന്നു കേട്ടോ, ഹസ്ബൻഡിൻ്റെ ഓഫീസ്. ഇത് ഡോറിൻ്റെ കേട്ടോ, സ്റ്റീൽ ഡോർസ്, അതിൻ്റെ ഡോറിൻ്റെ കമ്പനി. ഏട്ടനവിടെ ഫോൺ വിളിക്കുന്നുണ്ട്. ലൈറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ മോളിതാ ലാപ്ടോപ്പിൽ എന്തോ ഞാനൊന്ന് തൊട്ടെന്ന് പറയാം. അപ്പോൾ ഞാനും വീഡിയോ എടുത്താട്ടോ. അപ്പോൾ അവളങ്ങനെ നോക്കുന്നുണ്ട്. ഫസ്റ്റ് അവൾ കണ്ടില്ല, അത് പിന്നെ അവളങ്ങനെ നോക്കുന്നുണ്ട്. ഇന്ന് പ്ലാന്റ് നോക്കൂ, എന്ത് ഭംഗിയുള്ള ചെടികളാണേ. പ്ലാസ്റ്റിക് കേട്ടോ, പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒറിജിനൽ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഓഫീസിൽ നിന്ന് ഞങ്ങളെ കുറച്ച് നേരം നിന്ന് അവരിതാ കളിക്കാൻ വേണ്ടിയിട്ട് നിന്നു. കണ്ടോ എന്തൊരു ഭംഗിയുള്ള. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നിട്ട് അപ്പുറത്തുണ്ട് തട്ടുകടല്ല കേട്ടോ, ഹോട്ടലാണ്. സാൻഡ്വിച്ച്, ജ്യൂസ്, ഈ സമയത്ത് റൈസ് ഉണ്ടാവില്ല, വേറെ വട, മസാല, അങ്ങനെ അതിൽ ചട്നി അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രഷ് ആയിട്ട് തന്നെ പുറത്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളത് കഴിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ചൂടോടൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. പരിപ്പ് വട, ഇതിപ്പോൾ അങ്ങ് ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ പരിപ്പ് വട വേണമെന്നും ഞങ്ങൾക്ക് പരിപ്പ് വടയും ബോണ്ടയും വാങ്ങി ഞങ്ങൾ ഓഫീസിലേക്ക് വന്ന് അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഓക്കെ, ബൈ ബൈ, സീ യു.